ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എവിടെയാണോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മനസമാധാനത്തോടുകൂടി ജീവിക്കുന്നത് അവിടെ ആ മനസമാധാനം തകർക്കാൻ നമ്മുടെ കാക്കാമാരുണ്ടാകും. എവിടെയാണോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ദുർബലരായിരിക്കുന്നത് അവിടെയും ഇവരുണ്ടാകും. അവരെ കൂടുതൽ ദുർബലപ്പെടുത്താനും ഇവരുടെ ശക്തി തെളിയിക്കാനും. അങ്ങനെയാണ് ദുർബലരായിട്ടുള്ള ഹിന്ദുക്കൾ കൂട്ടമായി താമസിക്കുന്ന പ്രദേശങ്ങളിൽ ഇവർ ഇരച്ചു കയറി പ്രകോപനം സൃഷ്ടിച്ച് അക്രമം വാരി വിതറി അവരുടെ ക്ഷേത്രങ്ങളൊക്കെ പിടിച്ചെടുത്ത് പള്ളികളാക്കി മാറ്റിയത്. ഇന്ന് അവർക്ക് കുറച്ചുകൂടി ബോധം വയ്ക്കുകയും കുറച്ചുകൂടി അവർ ശക്തരാകുകയും ചെയ്തതുകൊണ്ട് അവർ കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കി നിയമാനുസൃതം പോകാൻ ഇവർ തയ്യാറായി. ഞങ്ങളുടെ ക്ഷേത്രങ്ങളായിരുന്നു ഇതൊക്കെ, ഇപ്പോഴിതാ ഇതൊക്കെ ദർഗകളായും മസ്ജിദുകളായും ഒക്കെ മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് കോടതികളെ സമീപിക്കുകയും കോടതി അതിനു വേണ്ടുന്ന അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും അങ്ങനെ ആർക്കിയോളജിക്കൽ സർവേ പോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ നിയമ നടപടികൾക്കൊക്കെ ആ സ്ഥാപനം വിധേയമാക്കുകയും ചെയ്തിട്ട് ഒടുവിൽ ക്ഷേത്രമെങ്കിൽ ക്ഷേത്രം, മസ്ജിദെങ്കിൽ മസ്ജിദ് വിധി കൽപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. ഇപ്പോൾ ഒരുപാട് ആരാധനാലയങ്ങളുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. മറ്റൊരു മതവിഭാഗം, എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതങ്ങളും ഒന്നാണ് കേട്ടോ, മറ്റൊരു മതവിഭാഗം അവരധ്വാനിച്ചുണ്ടാക്കിയതോ അതല്ലെങ്കിൽ അവർക്ക് ദാനം കിട്ടിയതോ ആയ ഭൂമിയിൽ അവരുടെ വിശ്വാസപ്രകാരം അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ചെയ്തു വരുമ്പോൾ അതിനെ കൊള്ളയടിച്ചെടുത്തിട്ട് അവിടെ ഇവരുടെ കാരുണ്യവാനായ പടച്ചവനെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്തുമാത്രം വിരോധാഭാസമാണ്. അങ്ങനെ കൊള്ളയടിച്ചും തട്ടിപ്പറിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു ആരാധനാലയത്തിൽ അവിടെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ, അവിടെ ഇരുന്ന് നിങ്ങൾ സുജൂദ് ചെയ്താൽ, അവിടെ ഇരുന്നിട്ട് കാരുണ്യവാനും നീതിമാനും സത്യസന്ധനുമായ അള്ളാഹുവിനെ വിളിച്ചാൽ എങ്ങനെ ശരിയാകും? ഒരുപാട് പരസ്പര വൈരുദ്ധ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചോദിക്കേണ്ടി വരുന്നത്. ഇപ്പോഴിതാ തമിഴ്നാട്ടില്, അത് വല്ലാത്തൊരു സ്ഥലപ്പേരാണ്, തിരുപ്പരംകുന്റ്രം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. അവിടെ ഞങ്ങൾക്കൊരു ദർഗ സ്ഥാപിക്കും. ഇസ്ലാമികപരമായി ദർഗ തെറ്റാ. മരിച്ചവരുടെ ശവകുടീരങ്ങൾക്ക് മുകളിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. അവർ മരിച്ചു, കോൺക്രീറ്റ് ഇട്ടിട്ടൊരു എടുപ്പുണ്ടാക്കുക, എന്നിട്ട് അതവിടെ സിമെന്റും കല്ലും ഒക്കെ ഇട്ടിട്ട് തറപ്പിച്ചു വെച്ചിട്ട് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വേലിയും കെട്ടി CC ക്യാമറയും വെച്ചിരിക്കുന്നു. അപ്പൊ അതിനകത്തുള്ള പടച്ചോൻ എത്രമാത്രം കഴിവുകെട്ടവനാണ്. ആ പടച്ചോന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയോ ഉണ്ടാക്കി, ആ പടച്ചോനെ നിങ്ങൾ അതിനകത്തിരുന്ന് വിളിച്ചിട്ട് അവിടെ എന്ത് നടക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ CC ക്യാമറ വെക്കുന്നു. പടച്ചോന്റെ CC ക്യാമറ അവിടെ പരാജയപ്പെട്ടില്ലേ? ശരി, എന്തായിരുന്നാലും അവിടെ മുസ്ലിങ്ങൾക്ക് ഒരു ദർഗ വേണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം മൃഗബലി നടത്താൻ ശ്രമിച്ചതൊക്കെ നമ്മൾ കണ്ടിരുന്നല്ലോ. അതിനെ സംബന്ധിക്കുന്ന ഒരു വാർത്തയാണ്. അവർ അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ തന്നെ പറയട്ടെ. അത് മൃഗബലി பண்றதுக்கு ஒரு 10-15 நாளைக்கு முன்ன ஒரு ஆலயத்துக்கு தோலை போட்டுக்கிட்டு வந்து நாளைக்கு மேலே போய் கடா விருந்து பண்ற மாதிரி வந்தாங்க. அதுல ஆரம்பிச்சதா இந்த பிரச்சனை. அதுக்கு பிற்பாடு அவனை கட்டுப்படுத்த வேண்டிய மசூதியோட நிர்வாகம் அவனை கட்டுப்படுத்தி வைக்கல. அதே போல மணப்பாறை MLA-யும் ராம்நாத் MP-யும் வந்து அவன் சப்போர்ட் பண்ற மாதிரி ஆளுகளை கூட்டிட்டு வந்து மலைக்கு மேல போய் கறி விருந்து சாப்பிட்டாங்க. இதுலதான் பிரச்சனை வந்து பூதாகரமானது. அந்த கறி வச்சு சாப்பிட்டு இங்க மேல வெளியே பிரியாணி வாங்கிட்டு வச்சு சாப்பிட்டு இருக்காங்க மேல போற பாதையில. அந்த படங்கள்லாம் இல்லாததுதான் இப்ப இவங்க புதுசா ஆரம்பிச்சு பிரச்சனை உண்டு பண்றதுக்காக பண்ணுது. இங்க போராட்டம் நடத்திட்டு கண்டிப்பா கண்டிப்பா நம்பவும் இல்ல, போராட்டம் நடக்க தானே வேணும். இங்க ஒரு பள்ளியோட தான் அல்லது தர்காவோட தான் 1858 வரைக்கும் மசூதியா மலைக்கு மேல கிடையாது. அதுக்கு பிற்பாடு இப்ப ஒரு சில நூற்றாண்டுகளுக்கு உள்ளேதான், ஒரு 100 அல்லது 150 வருஷத்துக்குள்ளேதான் இந்த மசூதி இங்க உருவாயிருக்கு. நம்ம கோயில் வந்து 7வது நூற்றாண்டுல கட்டினது இங்க இந்த இடத்துல. இதுக்கு முன்ன இது வந்து மன்னர்களால பூன்பாண்டியன் மற்றும் திருமண நாயக்கரால கட்டப்பட்ட கோயில். இந்த கோயில் கட்டுறதுக்கு முன்ன மலைக்கு பின்னால வந்து ஒரு முருகன் கோயில் வந்து அது யாரு கட்டினா தெரியல, அந்த அளவுக்கு படமா வாய்ந்த கோயில். அந்த கோயில வந்து முஸ்லிம்களோட படையெடுப்பு காலத்துல அது சேதம் பண்ணி இன்னைக்கு போய் பார்த்தா கூட தெரியும் முக கோயில வந்து முருகனுக்கு தலை இருக்காது. அந்த அளவுக்கு அவங்க ஆவேசம் பண்ணி நம்ம கோயில்களை பூரா நாசம் பண்ணி இருக்க பண்பொருள் பூரா அள்ளிட்டு போனாங்க. இங்க வந்து நம்ம நாட்டை கொள்ளையடிக்கிறதுக்காக வந்தவங்க தான் இவங்க. இந்துக்களை வந்து பாட வைக்கிறதுக்கெல்லாம் வரல. அப்படி வந்து இன்னைக்கு அது தொடர்ந்துகிட்டே இருந்தா இன்னைக்கு ഇന്ന് എല്ലാവർക്കും തലയ്ക്കകത്ത് ആളുതാമസമുണ്ട്. അവർക്ക് മനസ്സിലായി നമ്മളെ ഇല്ലാതാക്കാൻ, നമ്മളെ കൊള്ളയടിക്കാൻ, നമ്മളെ തകർക്കാൻ, നശിപ്പിക്കാൻ, നമ്മളുടെ ഭക്തി, നമ്മളുടെ വിശ്വാസം, നമ്മളുടെ വർഗം,
നമ്മളുടെ സമുദായം ഇതിനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഇവർ നമ്മുടെ നാട്ടിലേക്ക് ചേക്കേറിയിരിക്കുന്നത് എന്ന് ആ വൃദ്ധയായ അമ്മയ്ക്ക് വരെ മനസ്സിലായി എന്നത് മാത്രമല്ല, അവർ അത് തുറന്ന് നിർഭയം പറയാനുള്ള പവർ കൂടി കാണിച്ചിരിക്കുന്നു. അല്ലേ, നിങ്ങൾ ആടിനെ കൊണ്ടുവന്ന് മുറിക്കേ, എന്നിട്ട് നിങ്ങൾ കറി വെക്കേ, ഞങ്ങൾ പന്നിയെ കൊണ്ടുവരും. എങ്ങനെയുണ്ട് ഇത്? പരസ്പരം സംഘട്ടനങ്ങൾക്കും സംഘർഷങ്ങൾക്കും പരസ്പരം കലാപത്തിനും മാത്രമേ ഇത് ഉപകരിക്കൂ. ഒരു കാര്യവുമില്ലാതെ ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതല്ലേ. എന്നിട്ട് ഇവര് പോയി ചൊറിയും. അവര് കയറി മാന്തി പൊളിച്ചു കഴിഞ്ഞാൽ നെഞ്ചിലിടച്ച് പിന്നീട് ഇരവാദമാണ്. എന്താ കാര്യം? അവര് തുടങ്ങിയ പ്രശ്നം അവരിലൂടെ തന്നെ അവസാനിക്കണം. ഹമാസ് ഇസ്രായേലിനെ കയറി ചൊറിഞ്ഞു. 15 മാസം പിന്നീട് മാന്തി പൊളിക്കലായിരുന്നു ഇസ്രായേൽ. പോയി ചൊറിയുമ്പോഴറിയണം. അതുകൊണ്ടായിരിക്കും പണ്ടുള്ളവര് പറഞ്ഞത്, അറിയാത്ത പിള്ള ചൊറിയുമ്പോഴറിയുമെന്ന്. അതെ, DMK ஸ்டாலின் என்ன கோயில் நிர்வாகம், இந்த கோயில் நிர்வாகம் இல்ல, இதோட மினிஸ்டர் சேகர் பாபு அவரே அமைதியா, ரொம்ப அமைதி, ரொம்ப சைலண்டா இருக்கு. இல்ல நம்ம முஸ்லிம்களோட ஓட்டு போயிடும் இல்லையா. അടുത്ത ഇലക്ഷൻ വരുത്, ചട്ടമன்ற தேர்தல் വരുது. அந்த தேர்தல்ல வந்து മുസ്ലിം കേരളത്തിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഇത് പറയാൻ ധൈര്യമുണ്ടോ? ഉണ്ടോ? സ്റ്റാലിൻ ആണെങ്കിലും ഇനി അതല്ല DMK ആണെങ്കിലും മുസ്ലിങ്ങളുടെ വോട്ട് പോകുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിക്ക് അവർ നിൽക്കുമോ? അമ്മയുടെ വിവരം നോക്കിക്ക്. തമിഴ്നാട്ടുകാരെ വിവരമില്ലാത്ത പാണ്ടികളാണെന്നുള്ള നമ്മുടെ ഒരു പൂർവ്വകാല ചിന്താഗതി ഉണ്ടല്ലോ, അതിന്റെ കടക്കൽ കൂടെയാണ് ഈ തുരങ്കം. முஸ்லிம் லீக் எம்பி தான் நவாஸ் கனி இங்க வந்து ஓட்டுமே நியாயம் பேசணும் இல்ல, யாராவே இருக்கட்டும். இதை நம்மளோட ஒரு எம்பி வந்தா எப்படி பேசுவாங்க? நியாயம் பேசும். ரெண்டு சமுதாயத்துக்கு இடையில பிரச்சனை இல்லாத அளவுக்கு சால்வ் பண்ணி கொண்டு வரதுதான் பார்க்கணும். ஏன்னா இங்க இந்து முஸ்லீம் கலந்து இருக்கிற ஒரு ஏரியா. அப்ப ஒருத்தன் கிளறி விட்டேன்னா இன்னொரு சமுதாயம் வந்து கலர்ச்சி ஆயிரும் இல்லையா. பிரச்சனைகள் வரும். பிரச்சனை இல்லாத அளவுக்கு கொண்டு போகணும். இந்த ஊர்ல வந்து அமைதியான முறையில போகணும்னா எந்த எம்பி வந்தாலுமே வந்து மக்களை வந்து கட்டுப்படுத்தி வைக்கணும். ஆமா, இது வந்தாலும் இந்த மாதிரி ஆட்டை இறக்குவ, அப்படியே ஆட்டை இறத்து அப்புறம் நான் மனுஷனை அவுட்படுத்திக்கேன். കണ്ടോ കണ്ടോ, ഇന്നാടിനെ നാളെ അവര് മനുഷ്യനെയും ചെയ്യും. എന്തൊരു ബുദ്ധിയും എന്തൊരു വിവരവും. ஆதாரமே இருக்கு. ஆமா, அவங்க சொல்ற இது வகப் பூமி, வகப் போர்டு தான். இங்க வக்ஃப் போர்டு உற்பத்தி ஆகுது 50 வருஷம் தான் ஆகுது. கோயில் உற்பத்தி ஆகுது எத்தனை ஜெனரேஷன் ஆகுது. நம்மளோட 1000 வருஷத்துக்கு எல்லாம் மேல 1343 வருஷம் தானே இது. ஆமா, கோயில் என்னைக்கு വന്നത്? ഇവിടെ ഹിന്ദുക്കളു മാത്രം ഉണ്ടായിരുന്നു. അവർ ആരാധിക്കുകയും അനുഷ്ഠാന മുറകളുമായിട്ട് മുന്നോട്ട് പോയിരുന്നു. 1341 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന കോവിൽ ആർക്ക് വഖഫ് കൊടുത്തു? അവർ പറയുന്നത് കേട്ടോ, വഖഫ് വന്നിട്ട് 50 കൊല്ലമായിട്ടുള്ളൂ. കോവില് വന്നിട്ട് എത്രയായി? ഏവനാണ് വഖഫ് കൊടുത്തത്. என்னைக்கு வந்துச்சு? அது எப்படி மின்னுமேல அடங்கி எல்லாம் போக மாட்டாங்க. பிரச்சனை வரும். ஆமா, கோயில் வந்து அதனுடைய காலகட்டங்களே தெரியாது. இது கட்டினது கூட இந்த மன்னர்களும் தெரியும். ஆனா பின்னால கோயில் கட்டின எந்த மன்னனே தெரியல. எந்த காலத்தில் நம்ம முன்னோர்கள் கட்டின கோயில் அது. போஸ்டர் வச்சிங்களா? போஸ்டர் எல்லாம் தெரியல. இந்த ஆட்டை கொண்டு வாங்க காட்டி அதை பத்தி எல்லாம் ஒண்ணும் இல்ல. ஆனா மலைக்கு மேல வந்து அவங்களுக்கு ஒரே ஒரு இதுதான் இருந்தது, சமாதி. இன்னைக்கு வந்து 5 சமாதி வந்திருக்கு. அது எப்படி வந்தது? அது எப்படி வந்துச்சு? அதாவது நம்ம கோயிலோட இடங்களை வந்து ആക്രമിக்கிறവங்க. നാളെ இன்னைக்கு മലയ്ക്ക് മേലെ കട വിട്ടുമേ. അതാണല്ലോ ക്ഷേത്രത്തിന്റെ മുകളിൽ എങ്ങനെയാണ് ഇവരുടെ ഒരാള് വന്ന് സമാധിയായത്? ഇസ്ലാമികമാണോ? ചോദ്യമാണതൊക്കെ. கோயிலுக்குள்ள வந்து கட்ட மாட்டான்னு என்ன இருக்கு? எல்லாமே நமக்கு இவங்க ஆரம்பிச்சு வைக்கிறாங்க. மொத்தத்துல வந்து பாபர் மசூதி மாதிரி ஒரு பிரச்சனை இங்க உருவாக்கத்தான் போறாங்க. சத்தியம் வரும். இவங்க பிரச்சனை பண்ணாதானே நம்ம ஆளுகளும் பிரச்சனை வரும். இது வரைக்கும் அமைதியா தான் இருக்கும். கிளறி விட்டுக்கிட்டே இருந்தா பிரச்சனை தான் வரும். ஆமா, ശക്തമായ ഭാഷയിലാണ് അമ്മ പ്രതികരിച്ചത്. முன்னே இருக்கு. ஆமா, கோயில் தான் முன்னால இருந்தது. இது மசூதி எல்லாம் பின்னால வந்ததுதான். கோயில் வந்து மன்னர் காலத்துக்கு முன்னால இருந்து வந்தது. அப்ப இது வந்து இப்ப ஏற்பட்டது ஆதிவாசி. இது வந்து சாத்தியப்படாது. அந்த காலத்துல செய்யறோம் அப்படின்னா மறைமுகமா செஞ்சிருக்கலாம், சாப்பிட்டிருக்கலாம், சமைச்சிருக்கலாம், சாப்பிட்டுருக்கலாம். இப்ப வந்து நாகரிக காலங்கள் டெவலப் ஆயிட்டே போகுது. இப்ப வந்து பழையபடிக்கு நான் வெட்டுவேன் அப்படின்னா எப்படி ஏத்துக்க முடியும்? ஆடு வெட்டுவேன். நவாஸ் ஷெரீப் வந்து இங்க வச்சு சாப்பிட்டது எல்லாம் வீடியோ படம் எடுக்கு எல்லாம் இருக்கு. நான் சாப்பிடல, என் பக்கத்துல നമുക്ക്
നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ തുടർ വാർത്തകളിൽ ആവശ്യമുണ്ട്. അമ്മ ശക്തമായ ഭാഷയിൽ പറയാം. അതിശക്തമായ ഭാഷയിൽ. എന്നിട്ട് അവരെന്താ പറഞ്ഞത്? ഇപ്പൊ ഞങ്ങൾ മിണ്ടാതിരിക്കുവാണ്. അവര് പ്രശ്നമുണ്ടാക്കിയാൽ ഞങ്ങളും പ്രശ്നമുണ്ടാക്കും. തമിഴന്മാർ ഉണർന്നിരിക്കുന്നു. അതെ, കരയുന്ന കുഞ്ഞിനെ പാലുണ്ടാക്കും. ശക്തമായി അവര് പ്രതികരിച്ചത് കൊണ്ടാണ് ഇന്ന് ദർഗ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊരു ചർച്ചയായത്. അതല്ലെങ്കിൽ ദർഗ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിന്റെ മുമ്പിൽ വന്ന് നിന്ന് കീണ് നിലവിളിക്കാനേ സാധിക്കുമായിരുന്നുള്ളൂ കേരളത്തിലായിരുന്നെങ്കിൽ. അപ്പോൾ തമിഴ്നാട്ടിലെ ഹിന്ദുക്കൾ പവറാണ്, പൊളിയാണ്, നിർഭയരാണ്. നന്ദി.